ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു വെജ് മോമോസും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സെഷ്വാൻ സോസുമാണ് ഇന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മൈദ ഫസ്റ്റ് ആഡ് ചെയ്യാണ്. 2.5 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഇത് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഒന്നും മിക്സ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ആദ്യം ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ലോണം കുഴച്ച് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 1.5 ക്യാരറ്റ്, 2 സബോള, ഇതിനിപ്പോൾ ഒരു അല്ലിയൊക്കെ അത്യാവശ്യം സൈസുള്ളതുകൊണ്ട് 2 അല്ലി വെളുത്തുള്ളിയും, ഇതിൽ നിന്നൊരു ചെറിയ പീസ് ഇഞ്ചി, ഇതിൽ നിന്നൊരു ചെറിയ പീസ് ക്യാബേജ്. അപ്പോൾ ഇതെല്ലാം കൂടിയും മറ്റേ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്യണത്. ചെറുതായിട്ട് അരിയാൻ പറ്റണവർക്ക് അങ്ങനെയാണ് അരിയാം. നമുക്കൊരു എളുപ്പ വഴിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് സബോള, ക്യാബേജ്, ക്യാരറ്റ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം, ഒഴിക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇതെന്തായാലും എല്ലാവരും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ നമ്മൾ വെജ് മോമോസാണ് ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ മോമോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം ഫസ്റ്റ്. ഇത് നമ്മൾ ഒരുപാട് വാടി വരുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു പച്ച സ്വാദ് മാറാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യണതാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തല്ലേ എടുക്കണേ. അപ്പോൾ അതിൽ കിടന്ന് ആയിക്കോളും. എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്യാം. സബോള, ക്യാബേജ്, നിങ്ങൾക്കിപ്പോൾ പനീറൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നമ്മുടെ എനിക്കിവിടെ പനീർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ്. പനീർ ഉണ്ടെങ്കിൽ പനീർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മഷ്റൂം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. അപ്പം എല്ലാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഫസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചസ്വാദ് പോണ വരെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് വേണം സ്റ്റീം ചെയ്യാൻ വെക്കാൻ. ഇതിലേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ മറ്റേ മാവിലും ഉപ്പിട്ടേക്കണോണ്ട് ഇതിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ഞാൻ പറയണില്ല. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂണാണ് എടുത്തേക്കണേ. അത് നിൽക്കുന്ന മാതിരി എരിവ് അധികം വേണ്ടെങ്കിൽ അത്ര വേണ്ട. ഇപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അത്ര ഇടണ്ട. ഇതും ഇപ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾക്ക് പെപ്പറും ക്യാരറ്റും ക്യാബേജും സബോളയൊക്കെ ഇത്ര ഉണ്ടല്ലോ. അതുകൊണ്ട് അധികം എരിവൊന്നും തോന്നില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രമായാൽ മതി. ഇതിപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കി എല്ലാം കറക്റ്റാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാം ഓക്കെയാണ്, ഉപ്പും എല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മോമോസിൻ്റെ ഡിപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സോസ് ഉണ്ടാക്കാൻ പോവാം.
അതിനായിട്ടൂടെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ എടുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്, അപ്പം കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ തിളപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചേക്കണ മാവുന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം. വേണമെങ്കിൽ ഫുള്ളി മാവ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പരത്തിയിട്ട് എന്തെങ്കിലും അടപ്പൊക്കെ വെച്ച് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഫുള്ള് ഇതേപോലെ ബോൾസ് ആക്കി കഴിഞ്ഞാൽ ഓരോന്നെടുത്ത് പരത്തണം. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടുവശം കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ല, എല്ലാം നല്ല തിന്നായിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് ആ എൻഡ് പോർഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിയുള്ള മാവ് കളയണ്ട. സിനി ചേച്ചിയാണ് പരത്താൻ സഹായിക്കുന്ന ആൾ. പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ പേസ്റ്റാക്കി വെച്ചേക്കണത് ആഡ് ചെയ്യണം. നമുക്ക് എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതൊന്ന് ഫുൾ ഇതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഇതിപ്പോൾ എന്തായാലും ഒന്ന് തിളപ്പിക്കുമ്പോൾ അത് വീണ്ടും അത് തിക്കായിക്കോളും. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വെച്ച് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മളിനിപ്പോൾ സോയാ സോസും ടൊമാറ്റോ സോസും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്, വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് ലാസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ചതച്ച മുളക് ആഡ് ചെയ്യാം. 1 സ്പൂൺ ടൊമാറ്റോ സോസ്. കുട്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അതിനിത് എന്താണ് എന്നുള്ളത് അറിയാനുള്ളൊരു ആവേശത്തിൽ നിൽക്കണം. മാവ് കണ്ടപ്പോൾ തന്നെ മാവ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് സോയാ സോസ്, എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് 1 സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പും എരിവൊക്കെ ഇനി കുറച്ചും കൂടി വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇപ്പം എല്ലാം ആവശ്യത്തിനായി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഓക്കെ, ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ചു. ഇനിയിപ്പോൾ നമ്മളത് ഇതേപോലെ ഫോൾഡ് ചെയ്യാനിട്ട് അറ്റം രണ്ടും കൂടിയും കൂട്ടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്തതൊന്ന് ഒട്ടണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചാലും അത് പെട്ടെന്ന് ഒട്ടും. ഇതിൻ്റെ ആവശ്യം വന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീണ്ടും ഫോൾഡ് ചെയ്ത്. നിങ്ങൾ ഇതേപോലത്തെ വേറെ സ്നാക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇനി നമുക്കൊരു കിഴിയുടെ ഷേപ്പിൽ ഉണ്ടാക്കാം. അടുത്ത കുറച്ചെണ്ണം. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം. അതിന് ഞാനിപ്പോൾ ക്യാബേജ് ലീവ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാം വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക, സ്റ്റീം ചെയ്യുക. നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ട്.
3 ഈ ഷേപ്പിലും 3 മറ്റേ ഷേപ്പിലും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ബൈ.